ഏതെല്ലേക്ക് സ്വാഗതം. കൂട്ടുകാരെ, ഞാനിന്ന് പശുവിന് പുല്ല് ശേഖരിക്കാനായിട്ട് എൻ്റെ വീടിൻ്റെ കുറേ മുകളിലുള്ള എൻ്റെ കൃഷിയിടത്തിൽ, എനിക്കിവിടെ ഒരു അരയേക്കർ കൃഷിയിടമുണ്ട്. അവിടെ പശുവിന് പുല്ല് ശേഖരിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അവിടെ ഇരുന്നപ്പോൾ ഇങ്ങനെ ആലോചിച്ചു, ജനങ്ങൾക്ക് നന്മയുണ്ടാകുന്ന എന്തൊരു വീഡിയോ ആണ് ഇന്ന് ചെയ്യേണ്ടത്. അങ്ങനെ ആലോചിച്ചപ്പോൾ കിട്ടിയ ഒരു കണ്ടൻറ്റാണ് അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു. നമ്മളൊക്കെ കേരളത്തിലെ കർഷകർ സാധാരണ ഭൂരിഭാഗവും കൃഷിയിടങ്ങൾ വളരെ അളവ് കുറഞ്ഞവരാണ്. അത് 2 ഏക്കർ, 2-ൽ താഴെ 1 ഏക്കർ, അര ഏക്കർ, ഇങ്ങനെ കൃഷി ചെയ്യാൻ അറിയാമെങ്കിലും കൃഷി ചെയ്യാൻ ആവശ്യമായ സ്ഥലമില്ലാതെ അല്പം കൃഷിയും മറ്റെന്തെങ്കിലും തൊഴിലും ഒക്കെ ആയിട്ട് വളരെ കഷ്ടപ്പെട്ട് ജീവിതത്തിൻ്റെ 2 അറ്റവും കൂട്ടിമുട്ടിക്കാൻ പരിശ്രമിക്കുന്നവരാണ് ഏറിയ ഭാഗവും. അതുപോലെ ഒരാളാണ് ഞാനും. അപ്പോൾ ഞാൻ എൻ്റെ കൃഷിയിടത്തിൽ ഈ പുല്ല് ചെത്താൻ വന്നപ്പോൾ നമുക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു കൃഷി രീതി എന്ന് പറഞ്ഞാൽ, സ്ഥലം വളരെ കുറവായതുകൊണ്ട് എവിടെ നിന്നെങ്കിലുമൊക്കെ ആദായം കിട്ടട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ സമ്മിശ്രമായ കൃഷി രീതികൾ ആണ് സാധാരണ നമ്മളെപ്പോലുള്ള സാധാരണക്കാർ ഉപയോഗിക്കുന്നത്. സമ്മിശ്ര കൃഷി എന്ന് പറഞ്ഞാൽ തെങ്ങ്, കവുങ്ങ്, അല്പം കൊടിയ്, കുറച്ച് റബ്ബർ, കൊക്കോ, ജാതി, എന്തെല്ലാം നാണ്യവിളകൾ ഉണ്ടോ അതെല്ലാം നമ്മൾ കൃഷി ചെയ്യും. അതുപോലെ ഞാനും ചില കൃഷി ഇവിടെയൊക്കെ ഇറക്കിയിട്ടുണ്ട്. ഉണ്ടോ, കൊക്കോ വെച്ചിരിക്കുകയാണ്. നല്ല സാധ്യതയുള്ളൊരു സാധനമാണ്. ഈ കൊക്കോയിൽ ഈ സമയത്ത് എല്ലാം കാട് പിടിച്ച് കിടക്കായിരുന്നു. വന്നപ്പോൾ എനിക്ക് പുല്ല് ചെത്തിയപ്പോൾ ഉണ്ടോ, എനിക്കിത് കണ്ടപ്പോൾ സങ്കടം തോന്നി. ഈ വള്ളികളൊക്കെ ഇങ്ങനെ കയറിയിട്ട് അതിനെ ചുറ്റി നമ്മുടെ കഴുത്തിന് വള്ളിയിട്ട് മുറുക്കുന്ന പോലെയുള്ള അവസ്ഥയാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. നമ്മൾ കൃഷി ചെയ്ത ഇത് 3-ാം വർഷം ആയതാണ്. അതിലിപ്പോൾ കൊടിയുണ്ട്, തൊട്ട് ചേർന്നതിന് ഇതെല്ലാം അടുത്തടുത്താണ്. അപ്പോൾ ഇതിൽ ഈ മുരിക്കിൻ്റെ കാല് ഒക്കെ ഒന്ന് കണ്ടിച്ച് ഈ വർഷത്തേന് കൊടിയിടാൻ ആവശ്യമായ കുറച്ച് കാലൊക്കെ കണ്ടിച്ച് കൊടിയിടണം എന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ട്. ഇങ്ങനെ കൊക്കോയെ പ്ലാവിൽ കൊടിയൊക്കെ ഇപ്പോൾ നല്ലപോലെ കയറുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ കൊടി കയറുന്ന സമയത്ത് വള്ളികളെല്ലാം കണ്ടിച്ച് സംരക്ഷിക്കേണ്ട സമയമാണ്. അപ്പോൾ എനിക്ക് ഇന്ന് ഇവിടെ കയറി വന്നപ്പോൾ ഏറെ വിഷമമുണ്ടാക്കിയ സങ്കടകരമായ ഒരു കാഴ്ച ഇതുണ്ടോ. ശീമക്കൊന്നയിൽ നമ്മൾ താങ്ങുകാലായിട്ട് കൊടിക്കൃഷിയെക്കുറിച്ച് പറയാം. കൊടിക്കൃഷി വളരെ ഏറെ ഇപ്പോൾ ആദായകരമായ ഒരു കൃഷിയായിട്ട് മാറിയിരിക്കുകയാണ്. എല്ലാവരും തന്നെ അല്പം സ്ഥലമുള്ളവരൊക്കെ മലയോരങ്ങളിൽ കൊടിക്കൃഷി വ്യാപകമാകുന്നുണ്ട്. ഇപ്പോൾ 700-650 രൂപയൊക്കെ വില കിട്ടുന്ന ഒരു കൃഷിയാണ് ഇത്. കഴിഞ്ഞ പോലെ ഞാൻ കൊടിയിട്ട ശീമക്കൊന്നയിൽ കൊടിയിട്ടിട്ട് വള്ളിയൊന്നും അഴിച്ച് കളഞ്ഞില്ല. അത് വേനക്ക് ചൂടടിക്കാതിരിക്കാൻ വേണ്ടി പൊതിഞ്ഞു കെട്ടില്ല, അതൊന്നും അഴിച്ച് കളഞ്ഞില്ല. അപ്പോൾ ഈ ശീമക്കൊന്നയിൽ നല്ല നല്ല 1 വർഷം കൊണ്ട് തന്നെ നല്ല സ്ട്രോങ് ആയിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ അത് കൊടി പിടിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയമാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. ഞാൻ കാണിച്ചു തരാം, സങ്കടകരമായ കാഴ്ച ഞാൻ കാണിച്ചു തരാം. ഇതാണ് രാവിലെ കണ്ട കാഴ്ച. അല്ല, ശീമക്കൊന്ന കാലിൽ നമ്മൾ കൊടി പടർത്തി കഴിഞ്ഞാൽ ഇത് 2-3-ാം വർഷമായതാണ്. ഈ 3-ാം വർഷമായ കൊടി ഇതുണ്ടോ, കാഫലമായി കായ്ക്കാനായപ്പോഴത്തേക്കും അത് ഏതോ ഒരു പുഴുക്കുത്ത് പോലെ കേടുവന്ന് ഇത് ഒടിഞ്ഞ് താഴെ കിടക്കുകയാണ്. ഞാനത് പുല്ലൊക്കെ ചെത്തിയിട്ട് ആ റബ്ബറയിലേക്ക് പാസ് ചെയ്ത് ചാരി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ തന്നെ ശീമക്കൊന്ന താങ്ങുകാലായിട്ട് ഉപയോഗിക്കുന്നവർക്ക് ഈ അടുത്ത കാലത്തായിട്ട് ഇപ്പോൾ ഏറി വരികയാണ്. ഇതുപോലെ ഒരു ചൂട്ടിലോ അല്ലെങ്കിൽ തണ്ടിലോ ഇങ്ങനെ പുഴുക്കുത്ത് പോലെ വന്ന് ഏറെ താമസിക്കാതെ ആ കാല് നഷ്ടപ്പെടും. അപ്പം ഈ വർഷം മുതൽ കൊടിയിടാൻ, ഈ സമയം ഇപ്പോൾ കൊടിയിടേണ്ടൊക്കെ സമയമാണ്, കൊടിയിടാൻ ആഗ്രഹിക്കുന്നവരെ, പ്ലാൻ ചെയ്ത് അതിന് തയ്യാറായി മുന്നോട്ട് വരുന്നവരെ ദയവായി ശീമക്കൊന്ന കാല് ഒഴിവാക്കുക. ഒന്നെങ്കിൽ മുരിക്കുംകാല് സംഘടിപ്പിക്കുക. മുരിക്കുംകാലിന് കുഴപ്പമില്ല. അതേപോലെ ഈ ശീമമുരിക്കെന്ന് പറഞ്ഞിട്ട് ഒരു മുരിക്കുണ്ട്, അതും വലിയ കുഴപ്പം കാണുന്നില്ല. അപ്പോൾ അത്തരം കാലുകൾ ഉപയോഗിക്കുക. പിന്നെ ഇതുപോലെ പാറയിലൊക്കെ എവിടെ കൊടിയിട്ടുണ്ടെങ്കിലും പിടിക്കും കേട്ടോ. ഉണ്ടോ, പാറയിൽ കൊടിയൊക്കെ കയറുന്നതാണ്. അപ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധയിൽപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു റബ്ബർ ഉള്ളതിൻ്റെ പേരിൽ അതിലോട്ട് എനിക്ക് ചാരി വെക്കാൻ വേണ്ടി, അതിനെ സംരക്ഷിക്കാൻ വേണ്ടി പറ്റും. അത് ഇനി ആ റബ്ബറെ കൂടി കയറി പൊക്കോളും. അപ്പോൾ ഈ വീഡിയോ, ഇതേ അനുഭവം
നിങ്ങൾക്ക് കൃഷി ചെയ്യുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. കൃഷിയെ പ്രോത്സാഹിപ്പിക്കുക. എല്ലാവരും കൃഷി ചെയ്യുക.